ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഈ കെട്ടിയൊരുങ്ങി പോകുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണേ. ഞാനും ഉണ്ണിയേട്ടനും മാത്രമല്ല, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് കേട്ടോ. ബീച്ചിലെത്തി വണ്ടി പാർക്ക് ചെയ്യാനുള്ള അലച്ചിലാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര തിരക്കിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്, ബാക്കിൽ നിന്ന് വിളിച്ച രണ്ടുപേരും ഒരുമിച്ച് തിരിയും. കാരണം ഞങ്ങൾ രണ്ടുപേരും അശ്വതിമാരാണ്. ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ ആരും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ ഞങ്ങളുടെ പണി തുടങ്ങി. ഉപ്പിലിട്ടതും കൂന്തൽ നിറച്ചതും കല്ലുമ്മക്കായ നിറച്ചതും മുളക് ബജിയും എന്ന് വേണ്ട ഒരുവിധ എല്ലാ ഐറ്റംസും ഞങ്ങൾ ട്രൈ ചെയ്തു. ബീച്ചിലൊക്കെ വന്ന എങ്ങനെ ഇതൊക്കെ മേടിക്കാതിരിക്കാല്ലേ. വയറ് ഫുള്ളായിട്ട് അങ്ങനെ നിറയ്ക്കാനൊന്നുമില്ല, കാരണം നമുക്ക് മന്തി കഴിക്കാൻ കുറച്ച് സ്ഥലം അവിടെ ഒഴിച്ചിടണം. എനിക്ക് കടുക്ക നിറച്ചതിനെ പറ്റി പറയുകയാണെങ്കിൽ ചാലിയത്ത് കിട്ടുന്ന അത്ര വലുപ്പമില്ല കേട്ടോ ആ കടുക്കയ്ക്ക്. നിന്ന് ക്ഷീണിച്ച അവസാനം ഞങ്ങൾ ഇരുന്ന് തിന്നാൻ തുടങ്ങി. പിന്നെ ഓരോരുത്തരായിട്ട് എത്താൻ തുടങ്ങി. ഇന്ന് ഈ കൂടിക്കാഴ്ച എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടീമിലെ ദിലീഷ് ചേട്ടനും ഫാമിലിയും ഗൾഫിലാണ്. അവര് നാട്ടിലെത്തി. അപ്പൊ പിന്നെ എല്ലാരും കൂടെ ഒന്ന് കൂടാന്ന് വിചാരിച്ചു. സത്യം പറയാലോ, ഞാൻ ബീച്ചിലേക്കൊക്കെ വന്നിട്ട് കുറേ ആയിട്ടോ. ഇത് ദിലീഷ് ചേട്ടന്റെ മോളാണേ. ഒരാളും കൂടെ ഉണ്ട്, ഇതാണേ. ഇയാള് പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരായിട്ടും മിങ്കിളായി. ഫുഡ് കഴിപ്പ് ഇവിടെ കൊണ്ടൊന്നും അവസാനിപ്പിച്ചിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ട് അശ്വതി വീണ്ടും ഓരോന്ന് മേടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മേടിച്ച സ്ഥിതിക്ക് ഇങ്ങനെയാളെ കഴിക്കാണ്ടിരിക്കുക. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ പാനിപൂരി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് അത് കഴിച്ചില്ല. ഇത് ബേൽപൂരി എന്തോ ആണ്. ഈ കയ്യിലിരിക്കുന്ന ആള് ഞാൻ എന്താണ് ഈ വായിലോട്ട് കൊണ്ടുപോയതെന്ന് നോക്കുകയാണ്. ടീമില് ഇനിയും ആൾക്കാർ എത്താനുണ്ട്. അപ്പൊ എത്തിയൊരു വെറുതെ ഇരിക്കണ്ടല്ലോ, ഞങ്ങൾക്ക് വേണ്ട ഒരു എന്റർടൈൻമെന്റ് ഒക്കെ. പാനിപൂരി കഴിച്ച് തീർന്നതും ഒരാളൂടെ ജോയിൻ ചെയ്തു, സച്ചു. കുട്ടികൾക്കാണെങ്കിൽ അപ്പോഴേക്ക് ആരോ ഒരു ബോളൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ അതിലായി കളി. ഈ തിരക്കിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. ഞാനിട്ട ഈ ടോപ്പിന് 200 സംതിങ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാ വിശ്വസിക്കണം. അപ്പൊ ഈ ഡ്രസ്സിന്റെ ലിങ്ക് എന്തായാലും വീഡിയോയിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അങ്ങനെ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ കളിച്ച് ഞാൻ വെള്ളത്തിലോട്ട് ഇറങ്ങിയില്ല കേട്ടോ, കാരണം ഈ നനഞ്ഞ കാലില് പൂഴിയാവുന്നത് ഭയങ്കര ഇടങ്ങേറാണ്. ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ സൂഫി മന്തിയിലോട്ട് പോയി. ഈ അന്തം വിട്ട നിൽപ്പ് എന്തിനായിരുന്നു എന്ന് പുള്ളിക്കാരന് മാത്രമേ അറിയുള്ളൂ. മുഖത്ത് ഭയങ്കരമായിട്ട് എന്തോ കിട്ടാത്തതിന്റെ ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്നില്ലേ, പാവം. സത്യം പറയാലോ, ഇന്ന് വൈകിട്ട് മന്തി കഴിക്കാൻ പോയാലോ എന്ന് ഞാൻ ഉണ്ണിയേട്ടനോട് ചോദിച്ചതാണ് കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി അതെന്തായാലും നടന്നു. ഒരു ചെറിയ കേക്ക് ഒക്കെ മേടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയത്. കാര്യം വേറൊന്നുമല്ല, രണ്ടുപേരുടെ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് ആ കേക്ക് അങ്ങ് മുറിച്ചു. മുറിക്കുന്ന ആളുടെ മുഖത്ത് ആ ചിരി നോക്കിയേ, ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എല്ലാവരും. ഒരൊറ്റ ബൈറ്റ് എടുത്ത് അത് നേരെ ഉണ്ണിയേട്ടനങ്ങ് കൊടുത്തു. കാരണം അപ്പോഴും എന്റെ ലക്ഷ്യം മന്തിയായിരുന്നു. എല്ലാവരും ചെസ്റ്റ് പീസിന് വേണ്ടിയിട്ട് അടി കൂടുമ്പോൾ ഞാൻ എന്റെ ഫേവറേറ്റ് ലെഗ് പീസ് അങ്ങ് എടുത്ത്. പിന്നെ അവിടെ ഒരു യുദ്ധക്കളായിരുന്നു. ഇവിടെ എത്തിയ സമയത്ത് പുറത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലായിരുന്നു. പക്ഷെ പോകുന്ന സമയത്ത് ഞങ്ങളുടെ 2-3 വണ്ടികൾ മാത്രമേ ഉള്ളായിരുന്നു പുറത്ത്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.